ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. നാളെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനമന്ത്രിയാകേണ്ടതും രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി നിരന്തരം ഇന്ത്യ സഖ്യത്തിലുള്ള തന്റെ സഖ്യകക്ഷികളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണ് എന്ന പ്രസ്താവനയോട് നമ്മൾ യോജിക്കേണ്ടി വരുന്നത്. ആദ്യം DMKയെ TVKയ്ക്ക് പിന്തുണ കൊടുത്ത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തുപോയി മോദിയുടെ പാളയത്തിലെത്തിക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. രണ്ടാമതായി രാഹുൽ ഗാന്ധി മമതാ ബാനർജിയെ പൊട്ടിച്ച് വീട്ടിലിരുത്തുന്നതിൽ വിജയിച്ചു. മൂന്നാമത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് നരേന്ദ്രമോദിയെ എനിക്ക് ആലിംഗനം ചെയ്യാൻ സാധിക്കും, പക്ഷെ പിണറായി വിജയനെ എനിക്ക് ആലിംഗനം ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ എൻ്റെ നിത്യശത്രുവാണ് എന്നുള്ളതാണ്. ഇപ്പോഴിത് ഇന്ത്യ സഖ്യത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം ദുരന്തറിൽ രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യയിൽ നിന്ന് അജിത് ഡോവൽ പാകിസ്ഥാനിലേക്ക് ചാരപ്പണിക്ക് വിടുന്ന ഒരു ക്യാരക്ടറാണ്. സമാനമായിട്ടുള്ള രീതിയിൽ BJPയിൽ നിന്നും ചാരപ്പണിക്കായി കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായി രാഹുൽ ഗാന്ധി മാറുന്നു എന്ന BJPയുടെ ആ ഒരു വാദത്തെ ശരിവയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുന്നണി രംഗത്തെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ CPM ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ അതൃപ്തി വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അതായത് പിണറായി വിജയൻ ആഞ്ഞടിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നില്ല, പക്ഷേ ചിലപ്പോൾ അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. രാഷ്ട്രീയ എതിരാളിയായതിനാൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ തന്നെ കെട്ടിപ്പിടിക്കരുതെന്ന് രാഹുൽ ഗാന്ധി അടുത്തിടെ P വിജയനോട് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആരെ കെട്ടിപ്പിടിച്ചാലും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ്. രാഹുൽ ഗാന്ധി BJPക്ക് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്ന് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ പോലും പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ നിലനിൽപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് അടുത്ത ഉയർന്നു വരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.